ശബരിമല നിലയ്ക്കൽ അന്നദാനത്തിലെ ക്രമക്കേടിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി ഇ.ഡി. ജയപ്രകാശിന്റെയും ഭാര്യയുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. വ്യാജ ബില്ലുകൾ ചമച്ച് ദേവസ്വം ഫണ്ടിൽ നിന്ന് 59.98 ലക്ഷം രൂപ തട്ടി എന്നാണ് കേസ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഇ.ഡി. നടപടിയുടെ കൂടുതൽ വിവരങ്ങൾ? 2018-2019 മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിലാണ് നിലയ്ക്കലിൽ അന്നദാനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നത്. പിന്നാലെ പരാതി ഉയർന്ന ഘട്ടത്തിൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇ.ഡിയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി. ആ പരിശോധനയുടെ ഭാഗമായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജയപ്രകാശിന്റെയും ഭാര്യയുടെയും പേരിലുള്ള 40.48 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ കേസിൽ ജയപ്രകാശിന് പുറമെ വാസുദേവൻ പോറ്റി, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ സുധീഷ് കുമാർ, രാജേന്ദ്ര പ്രസാദ് എന്നിവർ പത്തനംതിട്ട വിജിലൻസ് യൂണിറ്റ് എടുത്ത കേസിലെ പ്രതികളാണ്. ഈ സുധീഷ് കുമാറും രാജേന്ദ്ര പ്രസാദും സ്വർണ്ണക്കൊള്ള കേസിലെയും പ്രതികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരിശോധനകളിലേക്കും തുടർ നടപടിയിലേക്കും ഇ.ഡി. കടന്നിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.